വഴിയെ പോകുന്ന ആളുകളെ മൊത്തം പിടിച്ചിട്ട് ഒരു ഡാൻസ് കളിച്ചു തരാമോ എന്ന് ചോദിച്ച് റീൽ ഇടുന്ന ആളാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ആരുടെയൊക്കെ നമുക്ക് ചോദിച്ച് കളിപ്പിക്കാം. ഹായ്, എൻ്റെ പേര് വിവേകാണ്. അപ്പോൾ ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സിനെ കണ്ട് ഡാൻസ് ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടെ ചെയ്താലോ? ഒരു നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പ്രൊഫഷണൽ ഒന്നും അല്ല. എല്ലാം ഈ രണ്ടാണോ? ആക്ച്വലി ഇവിടെ എന്തിനു വന്നതാ? ആക്ച്വലി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നു. ഞാനിപ്പോ നിൽക്കുന്ന തിരുവനന്തപുരത്തെ മാനവീയം വീഥിയിലാണ്. പിള്ളേരുടെ ഒരു വർണ്ണ ചാർത്താണ് ഇവിടെ. എപ്പോഴും ആളുകളാണ്. ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്, ആളാണെന്ന് തോന്നുന്നു. ഹലോ, ഹായ്. വിവേക് അല്ലേ? വിവേക് എങ്ങനെയാണെന്ന് വെച്ചാല് വഴിയെ പോകുന്ന ആളുകളെ മൊത്തം പിടിച്ചിട്ട് ഒരു ഡാൻസ് കളിച്ചു തരാമോ എന്ന് ചോദിച്ച് റീൽ ഇടുന്ന ആളാണ് അല്ലേ? വാ നമുക്കിപ്പോ വിവേകിനെ ഇവിടെ വെച്ച് ഞാൻ വിവേകിനെ കാണുമെന്ന് എനിക്കൊരു എന്താ പറയാ ഗട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ കാണുന്ന റീൽസിലെല്ലാം തന്നെ വിവേക് ഇവിടെ വന്നിട്ടാ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് സൺഡേ ആയതുകൊണ്ട് വരുമെന്ന്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ആരുടെയൊക്കെ നമുക്ക് ചോദിച്ച് കളിപ്പിക്കാം. ആദ്യം എന്നെ ഒന്ന് കളിപ്പിക്കുമോ? ഒരു സ്റ്റെപ്പ് എനിക്ക് 100 സ്റ്റെപ്പ് ഒന്നും വെക്കാറില്ല, സിമ്പിൾ സ്റ്റെപ്പ്. പാട്ടൊക്കെ ഇനി സെലക്ട് ചെയ്ത് നോക്കണം ഏത് പാട്ട് കളിക്കാൻ പറ്റുമോ. അങ്ങനെ കുറെ പ്രോസസ് ഉണ്ടല്ലേ. പക്ഷെ വിവേകിന്റെ വീഡിയോയിൽ വരുമ്പോ വന്നു എഡിറ്റിംഗിലേക്ക് പെട്ടെന്ന് നടത്താണ്. അപ്പം ഞാനോർത്തത് പ്ലാൻഡ് ആയിരിക്കും. അല്ല, പെട്ടെന്ന് ഇങ്ങനെ തോന്നുമ്പോ ഒന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവരും കൂടെ ഓക്കെ ആവുമ്പോ നമ്മള് അവർക്ക് പറ്റിയ ഡാൻസ് നോക്കി ചെയ്യുന്നതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, വിവേകിന്റെ വീട് എവിടെ? തിരുവനന്തപുരത്ത് എവിടെ വീട്? ഇവിടെ കരകുളം. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരുമ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വരുന്നതാണോ അതോ ചുമ്മാ വന്ന് നിൽക്കുമ്പോ ഒരു ഫ്രണ്ട്സിനോടെ ഒക്കെ നിൽക്കുമ്പോ തോന്നുന്നതാണ്? അപ്പൊ ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഇവരെ കാണുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് അവിടെ കുറച്ച് നല്ല എന്താ പറയുക നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഡ്രസ് മീൻസ് കുറെ കുഞ്ചു പിള്ളേര് ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടാണ്, അങ്ങനെയുള്ള ആൾക്കാരാണോ അതോ എന്നെ പോലെ ചുരിദാറൊക്കെ ഇട്ട് സാധാരണക്കാരെ യുവതികളെയാണോ അതോ സാരിയൊക്കെ കൊടുത്ത ആൾക്കാരെ എങ്ങനെയാ പ്രിഫർ ചെയ്യുന്നത്? ഇങ്ങനെ കണ്ടറിയാവും ഇവര് നമ്മളോട് സഹകരിക്കുന്നത്, കാരണം ചമ്മത്തില്ലേ? അല്ല, നമ്മള് ചോദിക്കുമ്പോൾ ചിലർ ഓക്കെ പറയും, ചിലർ ഓക്കെ പറയത്തില്ല. ഓക്കെ പറയാത്ത വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ പറയുന്ന വീഡിയോ മാത്രമല്ല ഇട്ടേക്കുന്നത്. അത് നമ്മൾ അണക്കിടില്ല. നമുക്കെന്താ ഇപ്പൊ ലൈവായിട്ട് ചമ്മിയാലോ? ലൈവ് അല്ലേ? അവിടെ ഒരു നല്ല 2 ടീംസ് ഇപ്പൊ നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. അവര് ഫോട്ടോഷൂട്ടിന് വന്നു. ഫോട്ടോഷൂട്ടിനൊക്കെ അവര് തിരക്കിലായിരിക്കില്ല. അത് സാരമില്ല, നമുക്ക് നമ്മുടെ കാര്യമല്ലേ. വാ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വിവേക് എങ്ങനെയാണ് നോക്കുന്നതെന്ന്. ആക്ച്വലി മുഖത്ത് നല്ല ചമ്മലുണ്ടല്ലേ? ഒരാളോട് സ്ട്രേഞ്ചറിനോട് ചെന്ന് ഡാൻസ് കളിക്കാവോ? ഞങ്ങൾക്ക് പക്ഷെ മുഖം കാണാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ക്യാമറ പുറകിലല്ലേ. ആ ചമ്മയെ മുഖം ഒന്ന് തിരിച്ചു കാണിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിട്ട്. ഹായ്, എൻ്റെ പേര് വിവേകാണ്. അപ്പോൾ ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സിനെ കണ്ട് ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടെ ചെയ്താലോ? ഒരു ചെറിയ ഡാൻസ്. ഹായ്, എൻ്റെ പേര് ശരണ്യ. ഇയാളുടെ സ്ട്രീറ്റിൽ അപരിചിതരുമായിട്ട് എങ്ങനെയാണ് ഡാൻസ് എന്ന് ചോദിക്കുന്നത്. ചിലയിടത്തുനിന്ന് നല്ല ആർട്ടുകൾ കിട്ടാറുണ്ട് അല്ലേ, ഞാനില്ലാതൊക്കെ പറഞ്ഞ്. അപ്പം നിങ്ങൾ കളിക്കുമെങ്കിൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ സ്റ്റോറിക്ക് ഒരു ബലമാകും. അത്ര നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അല്ല നമുക്ക് ചെറിയ സ്റ്റെപ്പ് നോക്കി നമുക്ക് ചെയ്യാം. ഇയാള് കളിക്കൂലേ? അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യും. One, two, three, four. സിമ്പിൾ സ്റ്റെപ്പ് എന്നോട് കളിക്കാൻ പറയുന്നത്. ഇവിടുന്ന് സത്യത്തിൽ ഇത് എന്നെ പഠിപ്പിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ഞാൻ ഒരു കാലത്ത് ഈ വൈകുന്നേരം വരെ ഇരുന്നാലും 2 ദിവസം ഇരുന്നാലും പഠിക്കുന്നില്ലാത്തതുകൊണ്ടാണ് വെളിയിൽ ആളെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. കഷിയുണ്ടല്ലോ, ഇപ്പൊ വീഡിയോസ് എടുക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് പിന്നെ കുറച്ച് നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് അല്ല അവർക്ക് പോയി ചോദിക്കുമ്പോഴേ വീട്ടുകാരുടെയൊക്കെ ഓരോന്ന് പറഞ്ഞ് അറിയാലോ നമ്മളെ. പിന്നെ ഞങ്ങൾക്ക് അറിയില്ല,
അറിയാന്നല്ലോ പറഞ്ഞ മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി അവർക്ക് മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലായി. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ ഇപ്പൊ ചില കുട്ടികൾ ഇപ്പം ഇയാൾ എന്നെ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടായിരിക്കും എവിടെയെങ്കിലും പോകുന്നത്. അപ്പൊ ഒരു വീഡിയോയിലൊക്കെ വന്ന ഡാൻസ് അവര് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതല്ലേ, അപ്പൊ എനിക്ക് അപ്പൊ തോന്നി ചെയ്യുന്നതാണ്. ഓ ഓപ്പോസിറ്റ് ഉള്ള ആളുകളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അവരെ ഓ ഞാൻ അതുകൊണ്ടായിരിക്കാം ഒരു അത് ചെറിയ രീതിയിൽ പോയിട്ട് വലിയ അവരുടെ രീതിയിൽ പ്രൈവസി അത് തന്നെയാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. എനിക്കും പ്രൈവസിയിൽ ഭയങ്കര നിർബന്ധമുള്ള ആളാണ്. കാരണം നമ്മളൊരു കുഞ്ഞൊരു ഫ്രെയിം വെക്കുമ്പോൾ പോലും ഒരാൾ അവർ നാളെ കണ്ടിട്ട് നമ്മളോട് വന്ന് പറയരുത് എൻ്റെ അനുവാദം കൂടാതെ നിങ്ങളത് എടുത്തു എന്ന്. നമ്മളത് ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചോദിക്കാറാണ്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഇയാളെ ഞാൻ നോട്ടീസ് ചെയ്തത് തന്നെ. കാരണം ഇയാൾ ചെന്ന് ഇയാളുടെ വീഡിയോയിൽ ഡയറക്റ്റായിട്ട് ക്യാമറയെ പിടിച്ചിട്ട് ഇയാളുടെ ബാക്കിലാണ് കാണിക്കുക. എന്നിട്ട് ചോദിക്കും. പിന്നെ ഫുള്ള് ഡാൻസ് ആയി വരെ. എനിക്കൊന്ന് എപ്പോഴും മ്യൂസിയത്തിൻ്റെ അവിടെയാണല്ലേ, മ്യൂസിയമാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഞാൻ അതിനിടയ്ക്ക് എനിക്കറിയാതെ പണി ചെയ്താ ഞാനത് ചെയ്തോട്ടെ. നിങ്ങൾക്കറിയാതെ പണി നിങ്ങൾ കുഴപ്പമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് 2 ഫസ്റ്റ് ഈ കാല് ഫ്രണ്ട് വെച്ചിട്ട് കൈ ബാക്കിലോട്ട് പോകും. ഓക്കെ. ഞാൻ എപ്പോഴാണ് കളിച്ചിട്ട് ഈ രണ്ടാണോ? ഈ രണ്ടാണ്. തെറ്റായി അടിപൊളി അടിപൊളി അടിപൊളി. ലാസ്റ്റ് 2 സ്റ്റെപ്പും കൂടെ. ലാസ്റ്റ് 2 സ്റ്റെപ്പ് കൂടെ ഉണ്ടോ? വേണ്ട, നമുക്ക് പ്രാക്ടീസ് ചെയ്യും പോരാ. ഇങ്ങോട്ട് അപ്പൊ അത് ഒരുമിച്ച് രണ്ടുപേരും ഒന്നിച്ച്. അതെന്റെ കാല് വളഞ്ഞു പോലെ ഇപ്പൊ കിട്ടി. ഓക്കെ അല്ലേ? ആക്ച്വലി ഇവിടെ എന്തിനു വന്നതാ? ആക്ച്വലി ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വന്ന. ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ഏതായാലും ഇന്നത്തോട് കൂടി വൈറലാക്കി തരാം. വീട്ടുകാർക്കൊക്കെ അറിയാലോ അല്ലേ? അല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാർ വീണ്ടും ഇവനെ വഴക്ക് പറയും. അങ്ങനെ വൈറലാവുണ്ടോ നമ്മുടെ വീട്ടിൽ? ഇതിപ്പം ഒരു ഡാൻസ് അല്ലേ, നമ്മൾ വേറെ ഒന്നുമല്ലല്ലോ. ഡാൻസിലൊക്കെ എന്തുവാ ഡാൻസ്. ഇപ്പം ഇവിടെ ഇന്നലെ തന്നെ പരിപാടി നടന്ന സമയത്ത് ഇവിടെ വെറുതെയാണ് അറിയാത്തവരൊന്നും ഇവിടെ തുള്ളുന്നുണ്ട്. അതൊക്കെ വീഡിയോസ് എത്രയാണ്. ഇതിപ്പം വലിയ നല്ലോണം ചെയ്യുന്നതല്ലേ. ദേശത്തിന്റെയാണ്. എന്റെ നാട് ഇവിടെ അല്ല. ആ. എന്റെ ശരിക്കും ഒരു നാട്ടും പുറവാണ്. കൊല്ലക്കാരെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടെ. പറയരുത്. കൊല്ലക്കാരെ ശരിക്കും അറിഞ്ഞു. വീഡിയോ വൈറലാക്കി തരരുത്. ആലപ്പുഴ. ആലപ്പുഴയാണോ? Okay. ഇനി ചോദിക്കണ്ടേ ഇനി പിന്നെ വേണ്ട. അപ്പൊ റെഡിയാണോ? ലാസ്റ്റ് നമ്മള് കൊള്ളാലോ. പ്രാക്ടീസ് അടിപൊളിയായിട്ടുണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാളെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വഴിയിൽ നിന്ന് കണ്ടുപിടിച്ച ആൾക്കാരാണ്. വിവേകും പേര് ചോദിച്ചിട്ടില്ല, ഞാനും പേര് ചോദിച്ചിട്ടില്ല. എന്താ പേര്? ദിവ്യ. ഞങ്ങൾക്ക് പേരൊന്നും വേണ്ട. എന്റെ കൂടെ പേരായാൽ മതി അല്ലേ? എന്റെ കൂടെ ഡാൻസ് പഠിച്ച് പേര് ചോദിക്കാൻ പറഞ്ഞു സത്യല്ലേ. ദിവ്യയുടെ പ്രൊഫഷൻ എന്താ? എന്താ ജോലി? പഠിക്കുവാണോ? അഡ്വക്കേറ്റ് ആണ്. ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്? വഞ്ചിയൂര്. ഓക്കെ. ഞാൻ എന്നെ ഒരു ഡാൻസറാണ്. എൻ്റെ കൂടെ കളിക്കുക. അപ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട് ഭയങ്കര. ശരിക്കും അങ്ങനെ ചോദിക്കുമ്പോഴേ അവരാദ്യം ഞെട്ടുകയാണോ? ചിലവര് ശരിക്കും എന്താ കൂടുതലായിട്ട് എക്സ്പീരിയൻസ്? പെട്ടെന്ന് അതിശയത്തോടെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരാൾ പെട്ടെന്ന് അവരുടെ ഇതിലേക്ക് വരുമ്പോ തന്നെ ഒരു പേടിയുണ്ട്. ഇതുപോലെ അയ്യോ ഇങ്ങനെ ആദ്യമൊക്കെ പറ്റത്തില്ല എന്നൊക്കെ പറയാം. എന്നാലും നമ്മള് ചോദിച്ചു വരുമ്പോ ആളില്ലാത്തോണ്ട് പിന്നെ ചോദിക്കും. ചമ്മട കാര്യം എന്താണ്? നമുക്കറിയാവുന്ന ഒരു കലയാണ് അല്ലെ? ഇയാൾക്ക് അറിയാവുന്ന ഒരു കലയാണ് ഡാൻസ്. അത് വളരെ ട്രെൻഡിങ് ആയിട്ട് വേറൊരു ഐഡിയയിൽ ലോകത്തോട് കാണിക്കുന്ന എന്താ പ്രശ്നം? ദിവ്യക്ക് കളിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് കൂടി ചിലവർക്ക് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് വഴങ്ങില്ല, എന്റെ ശരീരം വഴങ്ങില്ല. പിന്നെ എനിക്ക് പേടിയാണ്, ഭയങ്കര കോൺഷ്യസ് ആണ്. നാട്ടുകാർ കമന്റ് പറയുന്നൊക്കെ ഒരു കോൺഷ്യസ് എനിക്കുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ അങ്ങനെ ആളുകളുണ്ട്. മനസ്സിലായോ? ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നേരെ മറിച്ച് എന്നോടൊരു മണിക്കൂറുകളോളം ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് അറിയാവുന്ന പണിയാണ്. ഞാൻ പ്രശ്നമേ അല്ല. അതിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും എനിക്കറിയാം. ഞാൻ പൂച്ച വീഴുന്ന പോലെ 4 കാലയിലെ വീഴത്തോളന്ന്. അപ്പം അറിയാവുന്ന പണികൾ നമ്മൾ എപ്പോഴും പിന്നെ ചെയ്യുക. കാരണം ഞാനിത് പറയാൻ കാരണം വിവേക് അത് നിർത്തിയെന്ന് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കണ്ടിന്യൂ ചെയ്യണം. പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ചെയ്യോ ചെയ്യുന്നില്ല. അപ്പൊ ഓക്കെ പറയുന്നെങ്കിൽ പിന്നെ കാണുന്നത് അതൊന്നും നോക്കണ്ട. സന്തോഷമാണ്. കാരണം നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്ന ആളുകൾ കാണും.
ഡാൻസ് ഫോളോ ചെയ്യുന്നവർ കാണാം. അത് അവർക്കൊരു സന്തോഷമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ സീരിയസ് ആയിട്ട്. ഞാൻ പേജ് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ റീൽസിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അല്ലല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സീരിയസ് ആയിട്ട് പറയാം. ഈ ചില ആൾക്കാരില്ലേ, ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കട്ടെ, ഞാൻ എന്തെങ്കിലും ഒക്കെ വരും എന്ന് ഓർക്കും. ആരും ഞങ്ങൾ ഇന്ന് രാവിലെ ഇതുപോലെ വന്നപ്പോ എത്ര പേര് ക്യാമറ ആയിട്ട് ഞങ്ങളെല്ലാം ഇതാണ് പറഞ്ഞത്, അതാ പോകുന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ, അതാ പോകുന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. ആണ്, പക്ഷെ ആരും നമ്മളോട് ചോദിക്കുന്നില്ല. ഞാനൊക്കെ ഇത്ര ഉടുത്തൊരുങ്ങി വന്നിട്ട് ആരും ചോദിക്കുന്നില്ല ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്ത് കഷ്ടമാണെന്ന് ചെക്കന്മാരോട് ചോദിക്കുന്നില്ലല്ലോ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ചെക്കന്മാരോട് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു? ആരെങ്കിലും പറയുന്നില്ല. ഞങ്ങളൊക്കെ തൈപ്പൂയക്കാവടികളാണ്. പ്രശ്നം ഡ്രസ്സിങ്ങിനൊക്കെ പ്രശ്നമുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മൊത്തം കളർഫുൾ ആണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വൈബ്. അപ്പൊ നിങ്ങൾ ഏതായാലും ഡാൻസ് കളിക്കല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇങ്ങനായിരുന്നു അല്ല, ഡാൻസ് മാസ്റ്റർ തെറ്റിച്ചു. ഈ കളിയിൽ എന്ത് പറ്റി? ഈ കളിയിൽ ഡാൻസ് മാസ്റ്റർ ഇപ്പൊ പറഞ്ഞ അടി തെറ്റിയ മാസ്റ്റർ മാസ്റ്ററിന് ഒരു ചാൻസ് കൂടെ കൊടുക്കും. ശിഷ്യ നീ കളിച്ച് ശരിയാക്കിട്ട് പോയാന്ന് പറ. അതെ, കളിച്ച് വേഗം ശരിയാക്കുക. ആദ്യമായിട്ടായിരിക്കും അല്ലേ? അപ്പൊ ശരി, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അടുത്ത സ്റ്റെപ്പിലോട്ട് അത് ഏത് സ്റ്റെപ്പ് വിട്ടുപോയത്? ഓ ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ദിവ്യേനെ ഭിത്തിയെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം. അല്ല, ചെറുതായിട്ടൊന്ന് ഭിത്തിയിലേക്ക് ഇടിച്ചു. മറ്റേ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നവരുടെ ഒരു റീൽസ് കണ്ടിട്ടില്ല, ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ അവരും കൂടെ കളിക്കുന്ന പോലെ. ഞാനും അതുപോലെ തന്നെയാണ്, നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ പാട്ട് വെച്ചിട്ട് നിങ്ങളുടെ ഒപ്പം കളിക്കുമായിരുന്നു. എന്നെ ഷെയ്ക്ക് ആയിട്ടുണ്ട്. പക്ഷെ ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് റീൽ പിടിച്ചെന്ന ആൾക്കാരുണ്ടായിരുന്നു. മ്യൂസിക് എന്ന് പറയുമ്പോൾ ബീറ്റ് ആണല്ലോ, പോവല്ലേ? പക്ഷെ നന്നായിട്ട് ഇവര് കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അല്ല, ഇവരല്ല, ദിവ്യ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്, അതായത് ലൈഫില് നമുക്ക് സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. അത് നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യത്തിന് വന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ വിവേകിന് അതൊരു വലിയ റീപ്ലേസ്മെന്റ് ആയിരിക്കും. കാരണം വിവേക് ഇപ്പൊ ഡള്ളായിട്ടിരിക്കുകയാണ് അല്ലെ വിവേക്? യു ലുക്ക് വെരി ഹാൻസം അല്ലേ? നല്ല രസമുണ്ട്, ചിരിയൊക്കെ ഭയങ്കര. എനിക്ക് ഫെമിലിയർ ഫേസ് ആയിട്ട് തോന്നിയത്, പക്ഷെ എനിക്ക് ആരാന്ന് പെട്ടെന്ന് അങ്ങോട്ട്. അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, വീണ്ടും ഇത് തുടരും. ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആളുകളുടെ വിമർശനങ്ങൾക്ക് നമ്മൾ മറുപടി ഓരോ മൊമെന്റ്സിലും കൊടുക്കാനിരുന്നാല് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്ത് വേണം ശരിക്കും നമ്മുടെ ജീവിതം ജീവിക്കാൻ വേണ്ടിട്ട്. കാരണം ഇതല്ലേ തന്റെ ഇഷ്ടം, തന്റെ പാഷൻ. ഒറ്റ ജീവിതമേ ഉള്ളൂ കേട്ടോ. ശല്യം ചെയ്യുന്നില്ലല്ലോ, ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ ഞാനിപ്പം എന്നോട് പറഞ്ഞത്, വിവേക് പറഞ്ഞത്, ഞാൻ ചേച്ചി എനിക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യാനൊരു മടിയാണ്, നിങ്ങളെ വേണേ പഠിപ്പിക്കാന്നാ പറഞ്ഞത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എന്നെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നൊരു ബിഗ് ടാസ്ക് ആണ് എനിക്ക്. പിന്നെ അതിനോടൊരു ഡാൻസ് ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ അതിനോട് ക്രേസ് ഇല്ല. അതുകൊണ്ടായിരിക്കാം നമുക്കതൊരു പഠിച്ചെടുക്കാൻ പറ്റാത്തത്. അപ്പൊ എന്താണെങ്കിലും തൻ്റെ ഇൻട്രസ്റ്റ് മേഖലയിൽ താൻ ഫോക്കസ് ചെയ്യുക. താൻ വീണ്ടും ഇനിയും ഇൻസ്റ്റയിൽ ഡെയിലി ഓർ അപ്ഡേഷൻ ആയിട്ട് പോവാം. ഓക്കെ, ഇത് തനിക്ക് നല്ല ആടോ. തനിക്ക് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ തന്റെ ലൈഫിലേക്ക് ഒരു കൊറിയോഗ്രാഫർ ആയിട്ട് സിനിമയിലേക്ക് ഇട്ട് പറയാൻ പറ്റില്ലല്ലോ. സമയം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ സമയം, ടൈം. മനസ്സിലായോ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.